ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് സോസേജ് വെച്ചിട്ട് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയാണ്. നമുക്കെന്ന് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചിക്കൻ സോസേജാണ്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കുക. അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഈ മസാല ഈ സോസേജിൽ നന്നായിട്ട് പിടിക്കണം. അതിനുശേഷം ഇതൊരു 10-15 മിനിറ്റ് മാറ്റി വെക്കുക. ഒരു ഉരുളി വെക്കുക. അതിലേക്ക് 1 സ്പൂൺ നെയ്യും 1 സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിക്കുക. അതിനുശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന സോസേജ് ഉരുളിയിലേക്കിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നന്നായി മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ആദ്യം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കശുവണ്ടിയും ഉണക്കമുന്തിരിയും നന്നായിട്ട് വറുത്ത് കോരണം. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഇതേ കുക്കറിൽ തന്നെയാണ് നമ്മൾ ഇനിയും ബിരിയാണിക്ക് വേണ്ടിയുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്. അതേ പാത്രത്തിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. നമുക്കിനി ഇതിലേക്ക് 3 വലിയ സവാള കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് വഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് 1 സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് 6 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ജിഞ്ചർ. ഇത് നന്നായി പേസ്റ്റാക്കി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കേണ്ടതാണ്. ഇത് നന്നായി വഴന്നു വന്നതിന് ശേഷം അതിനകത്തേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, ഇവിടെ നിന്ന് വറുത്ത് പൊടിച്ച ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കണം. ഇത് നന്നായി പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി ചേർക്കുക. തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക.
തക്കാളി ഈ ഗ്രേവിയുമായി നന്നായി അലിഞ്ഞു ചേരുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കേണ്ടതാണ്. ഗ്രേവി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സോസേജാണ്. ചിക്കൻ സോസേജാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത്. അതും ഈ ഗ്രേവിക്കകത്തിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഗ്രേവി നന്നായി സെറ്റായതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 ഗ്ലാസ് ബസുമതി റൈസ് ചേർക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഗ്രേവിയുമായിട്ട് അരി നന്നായി ചേരണം. അതിനായി നമ്മളിത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത് നന്നായി വഴറ്റി സെറ്റാക്കി വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിയില ചേർക്കാം. രണ്ട് ഗ്ലാസ് ബസുമതി റൈസാണ് നമ്മൾ ബിരിയാണിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനകത്തേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായിട്ട് ഇളക്കി നമ്മുടെ ഗ്യാസിൻ്റെ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കുക. ഇത് ഇടയ്ക്ക് തുറന്ന് അടിവശം ഇളക്കിയെടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ബിരിയാണിയുടെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് ബിരിയാണി സെറ്റായി വരുന്നുണ്ട്. നമ്മുടെ ബിരിയാണി ഇവിടെ ഒരുവിധം നന്നായി സെറ്റായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയും വിതറുക. അതിനുശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി വിതറുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒരു 2 സ്പൂൺ നെയ്യ് ഉരുക്കി ഒഴിക്കുക. അവസാനമായിട്ട് നമുക്കിത് അടച്ചു വെച്ച് കുറേ നേരം കഴിഞ്ഞതിന് ശേഷം ഇത് ചൂടോടെ സെർവ് ചെയ്യുക. ഇതാണ് കേട്ടോ നമ്മുടെ സോസേജ് ബിരിയാണി. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ഉപകാരമായിരിക്കും. ഇനി ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ചെയ്യാൻ എനിക്കൊരു പ്രചോദനമാണ്. സോ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.